കുഞ്ഞുങ്ങളെ, ഗ്ലാക്സയാണ്. ഇന്ന് നടന്ന ഡിഗ്രി പ്രിലിംസ് സെക്കൻഡ് സ്റ്റേജ് എക്സാമിൻ്റെ കണക്കിലെ ചോദ്യങ്ങളൊന്ന് നോക്കിയാലോ? നമുക്ക് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, x-4 x-2 x ഇവ അഭാജ്യ സംഖ്യകളാണെങ്കിൽ x+2ൻ്റെ സ്പെഷ്യാലിറ്റി എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഈ തന്നിരിക്കുന്ന ഒരു അഭാജ്യ സംഖ്യ എന്നും പറഞ്ഞ് തന്നിരിക്കുന്ന ആരൊക്കെയാണെന്ന് നോക്കിയേ. ഒരു x-4നെ തന്നിട്ടുണ്ട്, ഒരു x-2നെ തന്നിട്ടുണ്ട്, ഒരു എക്സിനെ തന്നിട്ടുണ്ട്. ഇവർ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നു. ഈ കിടക്കുന്ന ടേംസിൻ്റെ സ്പെഷ്യാലിറ്റി എൻ്റെ കുട്ടികളൊന്ന് നോക്കി. സ്പെഷ്യാലിറ്റി ഇത്രയേ ഉള്ളൂ. മിഡിൽ ടേം x-2 2 ദൂരമാണ് എക്സിലേക്ക്, അല്ലേ? x-2 അതേ 2 ദൂരം തന്നെയാണ് x-4ലേക്കുമുള്ള തുല്യ ദൂരങ്ങളിലാണ് കിടക്കുന്നത്, അല്ലേ? 2 ദൂരം അങ്ങോട്ട്, 2 ദൂരം ഇങ്ങോട്ട്. റൈറ്റ് സൈഡിലേക്ക് 2 ദൂരം, ലെഫ്റ്റ് സൈഡിലേക്ക് 2 ദൂരം. അഭാജ്യ സംഖ്യകൾ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ വരണമെങ്കിൽ അതിനൊരൊറ്റ ചാൻസേ ഉള്ളൂ. ഇനി എത്ര അഭാജ്യ സംഖ്യ നിരത്തി എഴുതി നോക്കിയാലും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരേ ഒരു കോമ്പിനേഷനേ ഉള്ളൂ. അത് മറ്റാരുമല്ല, 3, 5, 7 ഒന്നും കൂടെ ഉറപ്പിച്ച്, 5 എന്ന് പറയുന്ന സംഖ്യയിൽ നിന്ന് 2 ദൂരെ വേണ്ട ഇയാൾ കിടക്കുന്നു, 2 ദൂരെ വേണ്ട 3 കിടക്കുന്നു. ഓക്കെ ആണോ എൻ്റെ കുഞ്ഞുങ്ങളെ? അപ്പം നമുക്ക് ഉറപ്പിക്കാം ഇതാണ് ആ കോമ്പിനേഷൻ. ഈ പറയുന്ന 3 അഭാജ്യ സംഖ്യകൾ ഇതാന്ന് പറയാം. അപ്പം ഇവിടെ നിന്നുകൊണ്ട് എൻ്റെ കുട്ടികൾക്ക് പറയാം എക്സ് ആരെന്ന് ചോദിച്ചാൽ x 7 പറയാം. നമുക്കറിയേണ്ടത് ഇവരുടെ ഒന്നും കഥയല്ലല്ലോ. നമുക്കറിയേണ്ടത് x+2ൻ്റെ കഥയാ. എന്ന് പറഞ്ഞാൽ 7+2 9ൻ്റെ കഥകളാണ് അറിയേണ്ടത്. 9ൻ്റെ സ്പെഷ്യാലിറ്റീസ് ആണ് ചോയ്സിലുള്ളത്. എന്താ പറയുന്നത്? എന്ന ചോയ്സ് പറയുന്നു 9 ഒരു അഭാജ്യ സംഖ്യ. തെറ്റാണല്ലോ. 9നെ ഹരിക്കാനൊക്കെ കഴിയും. അഭാജ്യമല്ല, അത് ഭാജ്യമാണ്. ശരി, അപ്പൊ ആദ്യത്തെ ചോയ്സ് തെറ്റാ. രണ്ടാമത്തെ ചോയ്സ് പറയുന്നത് അതൊരു ഭാജ്യ സംഖ്യയാണ്. ശരിയാണ്. അതേസമയം അതൊരു പൂർണ്ണസംഖ്യയുടെ വർഗവുമാണ്. അത് കറക്റ്റ് ആണല്ലോ. 3ൻ്റെ സ്ക്വയർ അല്ലേ 9. അപ്പം ബി എന്ന ചോയ്സ് ഇവിടെ 100% ശരിയാണ്. ഓക്കെ ആണോ എൻ്റെ കുട്ടികൾ? എളുപ്പമല്ലേ? അടുത്ത പറഞ്ഞോട്ടെ. 10നെ x% വർദ്ധിപ്പിച്ചാൽ 30നെ x% കുറച്ചാൽ കിട്ടുന്ന അതേ വില കിട്ടുമെന്നാ പറയുന്നത്. ഓക്കെ ആണോ? ഒന്നെങ്കിൽ ചോയ്സിൽ നിന്ന് എടുത്തിട്ടിട്ട് ചെയ്യാം. എന്നാലും പ്രോപ്പർ ചാനൽ ഞാനൊന്ന് പറയാം, ശ്രദ്ധിച്ചേ. 10നെ x% വർദ്ധിപ്പിച്ചു. എൻ്റെ കുട്ടികളൊന്ന് ആലോചിച്ച് നോക്കി. 20% വർധനവ് നമ്മൾ എങ്ങനെ എഴുതുന്നേ? 100 + 20 120 എന്നാ എഴുതുന്നേ, അല്ലേ? അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? x% വർധനവിനെ 100 + x% എന്ന് എഴുതരുതോ? അതേപോലെ അപ്പുറത്തെ സൈഡിലെ കഥ പറ. 30നെ x% കുറച്ചു എന്ന് പറഞ്ഞാൽ 100 കുറച്ച് എഴുതണം, നിങ്ങൾക്കറിയാം. അപ്പൊ 100 - x% എന്ന് എഴുതാമല്ലോ. ഈ 2 വിലകളും ഈക്വൽ എന്ന ചോദ്യം നമ്മളോട് പറയുന്നത്. ഇനി ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. ശതമാനം ക്യാൻസൽ. ഇനി ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്താലോ? എൻ്റെ കുട്ടികൾ പറ. 10 അകത്തോട്ട് ഗുണിച്ച് കയറിയാൽ 1000 + 10x എന്ന് പറയുന്നത് 30 അകത്തോട്ട് ഗുണിച്ച് കയറ്റിയാൽ 3000 - 30x എന്ന് കിട്ടും, അല്ലേ? ഒന്ന് റീഅറേഞ്ച് ചെയ്താലോ? എക്സിൻ്റെ ആൾക്കാരെല്ലാം ഒരു സൈഡിൽ വരട്ടെ. 10x അപ്പുറത്ത് കിടക്കുന്ന -30x ഇപ്പുറത്ത് വരുമ്പോൾ +30x ആയി. വലതുവശത്ത് ഒരു 3000 ഉണ്ട്, ലെഫ്റ്റ് സൈഡിലെ 1000 ഇപ്പുറത്ത് വരുമ്പോൾ ആയി. അപ്പൊ നമുക്ക് കിട്ടും 40xന്റെ വില 2000 എന്ന് കിട്ടി. അങ്ങനെങ്കിൽ x എത്രാന്ന് ചോദിച്ചാൽ 2000 / 40, എക്സിന്റെ വില 50. ഓക്കെ ആണോ? ഡി എന്ന ചോയ്സ് ആണ് നമ്മുടെ ആൻസർ. കൺഫേം ചെയ്യാം. എളുപ്പമല്ലേ എൻ്റെ കുട്ടികളെ? കൂടി എന്ന് പറഞ്ഞാൽ 100ൻ്റെ കൂടെ കൂട്ടുക, കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 100 കുറയ്ക്കുക, അത്രയേ ഉള്ളൂ. അടുത്ത പറയട്ടെ. അടുത്ത ചോദ്യം. ഒരു കാറിന്റെ ചക്രത്തിന്റെ വ്യാസം 77 സെന്റിമീറ്റർ. 1000 പ്രാവശ്യം അത് കറങ്ങി എന്നാ പറയുന്നത്. ഓക്കെ ആണോ? ഞാൻ ചോദിക്കട്ടെ, ഒരു തവണ ഒരു വീല് റൊട്ടേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതതിൻ്റെ ചുറ്റളവല്ലേ? ഒരു തവണ വീല് റൊട്ടേറ്റ് ചെയ്യുമ്പം സഞ്ചരിച്ച ദൂരം എത്രയെന്ന് വെച്ചാൽ ഒരു വീല് തേണ്ടില്ല. ഒരു തവണ ഇത് റൊട്ടേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് സഞ്ചരിച്ച ദൂരമാണ് ഞാൻ ഈ റെഡിൽ വരയ്ക്കുന്നത്. അതെന്താണ്? അതതിൻ്റെ ചുറ്റളവാ. അപ്പോൾ ഒരു റൊട്ടേഷനിൽ ആ കാറ് സഞ്ചരിച്ച ദൂരം എത്രയെന്ന് ചോദിച്ചാൽ ആ വീലിൻ്റെ ചുറ്റളവ് 2πr. ഓക്കെ ആണോ? വീല്
ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരമാണ് 2πr. എത്ര തവണ റൊട്ടേറ്റ് ചെയ്തു? 1000 തവണ റൊട്ടേറ്റ് ചെയ്തു അല്ലേ? അപ്പം കാർ സഞ്ചരിച്ച ദൂരം എത്ര? 2πr × 1000 ശരി, ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ ഉള്ളൂ. പറയൂ. 2 × പൈയുടെ സ്ഥാനത്ത് 22/7 എന്നിടാം. റേഡിയസ് എത്രയാ? 77 സെന്റിമീറ്റർ എന്ന് ചോദ്യം നമ്മളോട് പറയുന്നു. അതെന്താണ്? വ്യാസമാ? തെറ്റിക്കല്ലേ, റേഡിയസ് അല്ല, തന്നിരിക്കുന്ന വ്യാസമാണ്. അപ്പൊ റേഡിയസ് എത്രയാ? അതിന്റെ പകുതിയാ. 77/2 സെന്റിമീറ്റർ ആണ് റേഡിയസ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പൊ 6ന്റെ സ്ഥാനത്ത് ഞാൻ ഇട്ട് കൊടുത്ത് 77/2 × 1000. ക്ലിയർ ആണോ? ഇനി ക്യാൻസലേഷൻ അല്ലേ ഉള്ളൂ. പറയൂ. രണ്ടും ക്യാൻസലാ. 7ഉം 77നെയും വെട്ടിക്കളയാം. 11 × 7 ആണ് 77. ബാക്കി എന്ത് വന്നു എൻ്റെ കുട്ടികളെ? 22 × 11 242 നിങ്ങൾക്കറിയാം. ഒരു 3 പൂജ്യവും കൂടി ഇട്ട് കൊടുക്കണം. ഇത്രയും കിട്ടും ആൻസർ. ഞാൻ ചോദിക്കട്ടെ, ഈ സഞ്ചരിച്ച ദൂരത്തിന്റെ യൂണിറ്റ് എന്താ? റേഡിയസ് സെന്റിമീറ്ററിലാ. അതുകൊണ്ട് എനിക്ക് കിട്ടിയ ആൻസറും സെന്റിമീറ്ററിലാ. ചോദ്യത്തിൽ എടുത്തു പറയുന്നുണ്ട് ആൻസർ മീറ്ററിൽ വേണം. ഞാൻ എന്താ ചെയ്യണ്ടേ? മീറ്ററിൽ കിട്ടണമെങ്കിൽ സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ എന്താ ചെയ്യുക? 100 കൊണ്ടൊന്ന് ഹരിച്ചാൽ പോരെ. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാ? 2420 മീറ്റർ ആണ് 1000 പ്രാവശ്യം കറങ്ങുമ്പം അത് സഞ്ചരിക്കുന്ന ദൂരം. എളുപ്പമല്ലേ? പറഞ്ഞോട്ടെ അടുത്തേ. ഒരു തുക നിശ്ചിത ശതമാനം സാധാരണ പലിശ നിരക്കിൽ 5 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. 2.5% കൂടുതൽ പലിശ കിട്ടിയിരുന്നെങ്കിൽ ഒരു 5000 രൂപ എക്സ്ട്രാ കിട്ടുമെന്നാ പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇൻക്രിമെന്റ് വന്നത് 2.5%. എത്ര വർഷമുണ്ട്? 5 വർഷമുണ്ട്. അപ്പം ടോട്ടൽ ഇൻക്രിമെന്റ് എത്ര? 10%. ക്ലിയർ ആയോ? ശതമാനത്തിന്റെ സൈഡിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ ഇവിടെ വന്ന് ഇൻക്രിമെന്റ് 10%. ക്യാഷിന്റെ സൈഡിൽ നിന്ന് ചിന്തിച്ചാൽ എനിക്ക് എത്ര കിട്ടി? 5000 രൂപ കൂടുതൽ കിട്ടി. അപ്പൊ നമുക്ക് എഴുതി വെക്കാം. ഇൻക്രിമെന്റ് ആയി വന്ന 10%ത്തിന്റെ വിലയാണ് എനിക്ക് എക്സ്ട്രാ കിട്ടിയ 5000. എന്താ അറിയണ്ടേ? നിക്ഷേപിച്ച തുകയായ 100% എത്ര എന്നറിഞ്ഞാൽ മതി. ക്ലിയർ ആണോ എൻ്റെ കുട്ടികള്? പെട്ടെന്ന് കണക്ഷൻ പറയരുതോ. 10നെ 10 കൊണ്ട് ഗുണിച്ചാൽ 100. അപ്പൊ 5000നെ 10 കൊണ്ട് ഗുണിച്ചാൽ നമ്മുടെ ആൻസർ ആയില്ലേ? അപ്പൊ ഫൈനൽ ആൻസർ എത്രയാ? 5000 × 10. ഒരു പൂജ്യവും കൂടി ഇട്ടങ്ങ് കൊടുത്താൽ പോരെ. 50000 നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ? എളുപ്പമുള്ള ഒരു ചോദ്യമല്ലേ? അടുത്ത ചോദ്യം. 3 സംഖ്യകളുടെ റേഷ്യോ തന്നിട്ടുണ്ട്. 3:4:5. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആ സംഖ്യകളെ നമുക്ക് അസ്യൂം ചെയ്യാമല്ലോ. ഒരാൾ 3x ആണ്, അടുത്ത ആൾ 4x ആണ്, അടുത്ത ആൾ 5x. ഇത് പെട്ടെന്ന് പറയാവുന്നതേ ഉള്ളൂ. ശരി, ഇനി എന്താ പറയുന്നേ? ഇവന്മാരുടെ തുക 60 എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദേണ്ടി ഈ 3 അവന്മാരെയും കൂടെ കൂട്ടിയാൽ 60 കിട്ടുമെന്നാ പറയുന്നത്. ഒന്ന് കൂട്ടി നോക്കിയേ. 3x-ഉം 4x-ഉം 5x-ഉം കൂടെ കൂട്ടിയാൽ 12x. ഈ 12x-ന്റെ വിലയാണ് ചോദ്യത്തിൽ തന്ന 60. അപ്പൊ x എത്ര എൻ്റെ കുട്ടികളെ? 60/12. x-ന്റെ വില 5 എന്ന് കിട്ടി. ശരി, എന്താ കണ്ടുപിടിക്കേണ്ടത്? കണ്ടുപിടിക്കേണ്ടത് ഇവന്മാരുടെ വർഗങ്ങളുടെ തുകയാ. ഇവനെ സ്ക്വയർ ചെയ്യണം, ഇവനെ സ്ക്വയർ ചെയ്യണം, ഇവനെ സ്ക്വയർ ചെയ്യണം, എന്നിട്ട് കൂട്ടാനാ പറയുന്നത്. ഒന്ന് സ്ക്വയർ ചെയ്താലോ? 3x-നെ സ്ക്വയർ ചെയ്യുമ്പം 9x². 4x-നെ സ്ക്വയർ ചെയ്യുമ്പം 16x². 5x-നെ സ്ക്വയർ ചെയ്യുമ്പം 25x². ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവന്മാരെല്ലാം കൂടെ ഒന്ന് കൂട്ടിയേ. 25ഉം 16ഉം 41, 41ഉം 9ഉം 50x² എന്നിട്ട് 50x²ന്റെ വില അറിയണ്ടേ? എക്സ് എത്രയാ? 5 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു വെച്ചില്ലേ? അങ്ങോട്ടങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കൊടുത്താൽ പോരെ. 50 × 5² എന്ന് വെച്ചാൽ 50 × 25. എത്ര ആൻസർ? 1250 നമ്മുടെ ആൻസർ. എളുപ്പമല്ലേ? ക്ലിയർ ആയോ? അടുത്ത പറഞ്ഞോട്ടെ. അടുത്ത ചോദ്യം. 5 മുതിർന്നവർ ഒരു ജോലി 3 ദിവസം കൊണ്ട് ചെയ്യും. അതേസമയം 3 കുട്ടികളാണെങ്കിൽ ആ ജോലി 5 ദിവസം കൊണ്ട് ചെയ്യും. ശരി, നമുക്കൊന്ന് എഴുതി നോക്കാം ആ പറഞ്ഞ കഥ. 5 മുതിർന്നവർ, മെയിലെന്ന് എടുക്കാം, 5 പുരുഷന്മാർ ഒരു ജോലി 3 ദിവസം കൊണ്ട് ചെയ്തെങ്കിൽ ടോട്ടൽ വർക്ക് എത്ര? 5m × 3 ഇനി കുട്ടികളുടെ കഥ പറ. 3 ബോയ്സ് ആണെന്ന് എടുത്താൽ 3b എന്ന് എടുക്കാം. 3 ബോയ്സ് 5 ദിവസം കൊണ്ട് അതേ ജോലി തീർക്കും. ശരി, ഇവിടെ നിന്നുകൊണ്ട് എൻ്റെ കുട്ടികൾക്ക് പറയാം, ഇവിടെ ഒന്ന് ചെയ്താൽ 15m 15bക്ക് തുല്യമെന്ന് കിട്ടും അല്ലേ? എന്ന് പറഞ്ഞാൽ
എം ബൈ ബി എത്ര എന്ന് ചോദിച്ചാൽ 15/15 അല്ലെങ്കിൽ 1/1. അപ്പൊ ഇവിടുന്ന് നമ്മൾ എത്തിച്ചേരുന്ന കൺക്ലൂഷൻ ഇതാണ്: മുതിർന്നവർ എന്ത് ജോലി ചെയ്യുമോ, മുതിർന്നവർക്ക് എന്ത് എഫിഷ്യൻസി ഉണ്ടോ അതേ എഫിഷ്യൻസി കുട്ടികൾക്കും ഉണ്ട്. രണ്ടുപേരുടെയും എഫിഷ്യൻസി 1 ആണ്. ശരി, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 4 മുതിർന്നവരും 2 കുട്ടികളും ഈ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കുന്നു? അപ്പം ടോട്ടൽ വർക്ക് എത്ര എന്നൊന്നും നോക്കാം. ടോട്ടൽ വർക്ക് കാണാൻ എം ഇൻറ്റു ബിയുടെ വില അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾ പറ, എമ്മിന് ഇവിടെ 1 എന്ന് കൊടുത്താൽ 5 × 1 × 3 എത്രയാ ടോട്ടൽ വർക്ക്? 15 എന്ന് കിട്ടും ടോട്ടൽ വർക്ക്. ഇല്ലെങ്കിൽ ഇവിടെ കൊടുത്താലും മതി. ബിയുടെ വില 1 ഇട്ട് കൊടുത്താൽ 3 × 5 15. ടോട്ടൽ വർക്ക് എന്തായാലും 15 ആണെന്ന് മനസ്സിലായി. ഇനി എന്താ അറിയണ്ടേ? ഈ 15 ജോലി 4 മുതിർന്നവരും 2 കുട്ടികളും കൂടെ എത്ര ദിവസം കൊണ്ട് തീർക്കുന്ന? മുതിർന്നവരുടെയും കുട്ടികളുടെയും എല്ലാ എഫിഷ്യൻസി ഒന്ന് തന്നെയാ, നമ്മൾ എടുത്തു സെയിമാ. അപ്പം 15 എമ്മിന്റെ സ്ഥാനത്ത് 1, ബിയുടെ സ്ഥാനത്ത് 1. അപ്പം 4 + 2 എത്രയാ വരിക? 15/6 എന്ന് വരും. 15നെ 6 കൊണ്ട് ഹരിച്ചാൽ 2.5 ദിവസം എടുക്കും ഇവർക്ക് ഈ ജോലി തീർക്കാൻ. ക്ലിയർ ആയോ? 2.5 ചോയ്സിലില്ലായിരുന്നു, എന്നാലും ഞാൻ പ്രോപ്പർ ചാനലിൽ ചെയ്തെന്നേ ഉള്ളൂ. ഫൈനൽ ആൻസർ 2.5 ആണ്. അടുത്ത പറയാലോ. അടുത്ത ചോദ്യം: ചുറ്റളവ് 39.6 മീറ്ററായ വൃത്തത്തിന്റെ വിസ്തീർണം ഒരു ചതുരത്തിന്റെ വിസ്തീർണത്തിന് തുല്യമാണ്. ചതുരത്തിന്റെ നീളം 27.72 ആണെങ്കിൽ അതിന്റെ വീതി എത്ര എന്നാ ചോദ്യം. ഡൈമെൻഷൻസ് കാണുമ്പോഴേ അറിയാം നമുക്കുള്ള പണിയാ, പോയിന്റിലൊക്കെയാ കഥകൾ കിടക്കുന്നത്. എന്നാലും നമുക്കൊന്ന് എഴുതാം. ചുറ്റളവ് 39.6 എന്ന് പറഞ്ഞാൽ ചുറ്റളവിന്റെ ഇക്വേഷൻ എന്താ? 2πr ആണ് തന്നിരിക്കുന്നത്. 39.6 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ. 2 × പൈക്ക് 3.14 എന്ന് കൊടുത്തോട്ടെ, എന്തായാലും പോയിന്റിൽ കിടക്കുമല്ലേ കഥകള്. അതാണ് 39.6. ശരി, അങ്ങനെങ്കിൽ ഇവിടെ 6 എത്ര എന്ന് ചോദിച്ചാൽ 39.6 ഡിവൈഡഡ് ബൈ 2 × 3.14 എത്ര? 6.28. ഓക്കെ ആണോ? ഇത്രയും. ഞാനിവിടെ ആക്യുറേറ്റ് വാല്യൂ എടുക്കുന്നില്ല, വെറുതെ പോയിന്റിലൊക്കെ ഇട്ട് ഹരിക്കാതെ നിങ്ങളൊന്ന് സിംപ്ലി ഒന്ന് ചിന്തിച്ചേ. ഇവരെ വെട്ടുമ്പം 36ൻ്റെ അകത്ത് 6 തവണ അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ആൻസർ അപ്രോക്സിമേറ്റ്ലി 6ന് മുകളിൽ ഒരു വില വരും അല്ലേ? അപ്പം റേഡിയസിനെ തൽക്കാലം 6 എന്നൊന്ന് അസ്യൂം ചെയ്യാം. 6നേക്കാൾ വലിയൊരു വില തൽക്കാലം 6 എന്ന് അസ്യൂം ചെയ്യാം. ഇനി എന്താ പറയുന്നേ? ഈ വൃത്തത്തിന്റെ ഏരിയയും ചതുരത്തിന്റെ ഏരിയയും തുല്യമാണ്. വൃത്തത്തിന്റെ ഏരിയ ഇക്വേഷൻ എന്താ? πr². ചതുരത്തിന്റെ ഏരിയ ഇക്വേഷൻ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ. പൈയുടെ സ്ഥാനത്ത് 22/7 കൊടുത്തു. റേഡിയസിനെ തൽക്കാലം 6 എന്ന് അസ്യൂം ചെയ്തിരിക്കുകയാണ്. r² ഇൻറ്റു ലെങ്ത് 27.72. തൽക്കാലം 27 എടുക്കാവുന്നേ, എല്ലാം കൂടെ എടുക്കണ്ട. ശരി, ഒന്ന് കാൽക്കുലേഷൻ കൊണ്ട് നമുക്ക് ബി ആ കാണണ്ടേ. അപ്പം 22/7 ഇൻറ്റു 6ൻ്റെ സ്ക്വയർ 36. ആ 27നെ താഴോട്ട് എഴുതി നിർത്താം. അതാണ് ബി എന്ന് കിട്ടും അല്ലേ? ഇവിടെ ക്യാൻസലേഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ അതും അപ്രോക്സിമേറ്റ്ലി പറഞ്ഞാൽ മതി എൻ്റെ കുട്ടികൾ. 7 × 5 ആണ് 35 അല്ലേ? 36 തൽക്കാലം 5 എടുത്തോളൂ. അപ്പം എന്താ വരിക? മുകളിൽ 22 × 5 110, താഴെയോ ഒരു 27. ഇതാണ് ബിയുടെ വില. നിങ്ങൾക്കറിയാം 27 × 4 108. അപ്പോൾ ഉറപ്പായിട്ട് 4നേക്കാൾ വലിയൊരു വില, ഏകദേശം 4ൻ്റെ റൗണ്ടിൽ ആൻസർ നിൽക്കും. അങ്ങനെ ഒരാളല്ലേ നമ്മുടെ ചോയ്സിൻ്റെ അകത്തുള്ളൂ. ആരാ അത്? 4.5. അപ്പോൾ നമുക്ക് കൺഫേം ചെയ്യാം. ഇവിടെ വീതി എത്ര എന്ന് ചോദിച്ചാൽ, ബ്രെഡ്ത്ത് എത്ര എന്ന് ചോദിച്ചാൽ 4.5 മീറ്റർ ആണ്. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? അടുത്ത പറഞ്ഞോട്ടെ. ഒരു സംഖ്യയിൽ നിന്ന് 12% കുറച്ചാൽ, ശരി സംഖ്യയെ ഞാൻ 100% ഒന്ന് എടുത്തു, അതിൽ നിന്നാണ് ഈ 12 കുറയ്ക്കുന്നത്. അപ്പം എത്ര കിട്ടിയെന്നാ പറയുന്നേ? 1760 കിട്ടിയെന്ന. ഒന്ന് കുറച്ചാട്ടെ. 100%ത്തിൽ നിന്ന് 12% കുറച്ചാൽ 88%. അപ്പം 88%ൻ്റെ വിലയാണ് 1760 എൻ്റെ കുട്ടികൾക്ക് പറയാം. നമുക്ക് കാണേണ്ടത് നമ്മുടെ സംഖ്യ എത്ര എന്നാ എന്ന് പറഞ്ഞാൽ 100% എത്ര എന്നാ കാണേണ്ടത്. കയറി ഒന്ന് ക്രോസ് ചെയ്താൽ പോരെ? ആൻസർ ഇങ്ങി വന്നില്ലേ? എത്രയാ വരിക? 100 × 1760 ഡിവൈഡഡ് ബൈ 88. ക്യാൻസലേഷൻ എങ്ങനെയാ എൻ്റെ കുട്ടികളെ? 88നെ 2 കൊണ്ട് ഗുണിച്ചാൽ അത് 176 ആണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്കറിയാം. 2
അല്ലേ? ബാക്കി കാര്യങ്ങൾ എളുപ്പമായില്ലേ? ഒരു 20 കൊണ്ട് 100 കൊണ്ട് ഗുണിച്ചങ്ങ് എഴുതിയാൽ പോരെ? നമ്മുടെ ആൻസർ 2000 ഈ പറയുന്ന സംഖ്യ. എളുപ്പമായിരുന്നു. അടുത്ത പറഞ്ഞോട്ടെ. അടുത്ത ചോദ്യം. ഒരു ഫർണിച്ചർ തോമസ് 4800 രൂപയ്ക്ക് വാങ്ങി. അപ്പൊ ഞാൻ എഴുതുക 4800 അയാൾ വാങ്ങി. അത് പോളിഷ് ചെയ്യാൻ ഒരു 1200 രൂപയും കൂടെ കയ്യിൽ നിന്ന് ഇറങ്ങി. അപ്പൊ മൊത്തം എത്ര ഇറങ്ങിയെന്ന് പറ? 6000 രൂപ ഇറങ്ങിയിട്ടുണ്ട്. ഇനി എന്താ പറയുന്നേ? ഈ 6000 രൂപ എന്റെ കയ്യിൽ നിന്ന് പോയ സാധനം ഞാൻ എടുത്ത് 5400 രൂപയ്ക്ക് വിറ്റെന്നാ പറയുന്നത്. അത് കേൾക്കുമ്പോഴേ അറിയാം ഇവിടെ നടന്ന കച്ചവടം നഷ്ടമാ. 6000 രൂപയുടെ സാധനം 5400 വിറ്റു എന്ന് പറയുമ്പം 600 രൂപ ലോസ് സംഭവിച്ചു, നഷ്ടം സംഭവിച്ചു. അത് എത്ര ശതമാനം എന്നാ കണ്ടുപിടിക്കേണ്ടത്. യഥാർത്ഥ വില 6000, നഷ്ടം 600. 6000ന്റെ എത്ര ശതമാനം എൻ്റെ കുട്ടികളെ ഈ 600 എന്ന് പറയുന്നേ? 10% അല്ലേ? നോക്കുമ്പോ കാൽക്കുലേഷൻ ഒന്നും വേണ്ട, നോക്കി പറയാം. ഇവിടുത്തെ നഷ്ടം 10%. ചോയ്സിൻ്റെ അകത്തില്ല ആൻസർ, പക്ഷേ 10%. എളുപ്പമല്ലേ? അടുത്ത പറഞ്ഞോട്ടെ. അടുത്ത ചോദ്യം എക്സ്പോണൻസി എന്നുള്ള നമുക്കൊന്ന് ചെയ്യാം. 625 ഗുണം 625 ഇത് ഏത് ഫോമില? a⁻m × a⁻n. എന്താ എക്സ്പാൻഷൻ? a⁻m+n. അപ്പൊ ഞാൻ ഇവിടെ എന്താ ചെയ്യണ്ടേ? പവർ കൂട്ടി എഴുതിയ പോലെ 625 0.16ഉം 0.09ഉം കൂട്ടിയാൽ 0.25 എന്ന് കിട്ടി. ഇത്ര ഓക്കെ ആണോ? ഇനി രണ്ട് കഥകളൊന്ന് ശ്രദ്ധിച്ചേ. 625 എന്ന് പറഞ്ഞാൽ 5⁴ എന്റെ കുട്ടികൾക്കറിയാം. 5നെ 4 തവണ ഗുണിക്കുമ്പോഴാണ് 625 കിട്ടുന്നത്. അതേപോലെ ഈ 0.25 എന്ന് പറഞ്ഞാൽ കാലല്ലേ? 1/4 എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ അവരെ അങ്ങോട്ട് കൊണ്ട് എഴുതാൻ പോകും. 625ന്റെ സ്ഥാനത്ത് 5⁴ എന്ന് ഇട്ടു. പവറിന്റെ സ്ഥാനത്ത് 1/4 എന്ന് എഴുതി. പവറിന്റെ പുറത്ത് പവർ വന്നിരിക്കുക. a⁻m a⁻mn ആണ് എന്ന് പറഞ്ഞാൽ പുറത്തെ പവർ അകത്തോട്ട് കയറുമ്പോൾ ഗുണിച്ച് കയറും. അപ്പൊ 5⁴ 4 × 1/4. 4ഉം 4ഉം ക്യാൻസൽ ആവും. 5⁴ 1 വരും. നമ്മുടെ ആൻസർ എത്രയാ? 5. ഓക്കെ ആണോ? സിമ്പിൾ ആണ്. അടുത്ത പറഞ്ഞോട്ടെ. രണ്ട് സംഖ്യകളുണ്ട്. ആ രണ്ട് സംഖ്യകളുടെ തുക തന്നിരിക്കുന്നു. തുക 150 അതേപോലെ ആ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം പ്രൊഡക്റ്റ് തന്നിരിക്കുന്നു 45. ഇവിടുന്ന് വേണമെങ്കിൽ സംഖ്യകളെ അസ്യൂം ചെയ്യാം. പക്ഷെ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ആ സംഖ്യകൾ ആരാണോ അവരുടെ റെസിപ്രോക്കലിന്റെ സമ്മ കാണേണ്ടത്, വ്യൂൽക്രമങ്ങളുടെ തുകയാ കാണേണ്ടത്. ഷോർട്ട് കട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് സംഖ്യകളുടെ വ്യൂൽക്രമങ്ങളുടെ തുക കാണാൻ ആ സംഖ്യകളുടെ തുകയെ ഗുണനഫലം കൊണ്ട് ഹരിച്ചാൽ മതി. ഒരിക്കൽ കൂടി, രണ്ടു സംഖ്യകളുടെ വ്യൂൽക്രമങ്ങളുടെ തുക കാണാൻ ആ സംഖ്യകളുടെ തുകയെ ഗുണനഫലം കൊണ്ട് ഹരിച്ചാൽ മതി. നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. അങ്ങനെങ്കിൽ ഇവിടുത്തെ കഥ പറ. സം എത്ര എന്ന് ചോദ്യം പറയുന്നു. 150. പ്രൊഡക്റ്റ് എത്ര? 45. വാല്യൂസ് ഒക്കെ ഡയറക്ട്ലി തന്നിട്ടുണ്ട്. ഇവരെ ഒന്ന് വെട്ടിച്ചെറുതാക്കിയാൽ മാത്രം പോരായോ? 15 വെച്ച് വെട്ടിക്കളയാം. 150നെ 15 വെച്ച് കട്ട് ചെയ്താൽ 10 ആണ്. 45നെ 15 വെച്ച് കട്ട് ചെയ്താൽ 3 ആണ്. നമ്മുടെ ഫൈനൽ ആൻസർ 10/3. എളുപ്പമുള്ള ചോദ്യങ്ങളാ. അടുത്ത ചോദ്യം ഇതാണ്. 12:20 ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിക്കും ഇടയ്ക്കുള്ള ആംഗിൾ. ഷോർട്ട് കട്ട് ഒന്നും ഞാൻ പറയുന്നില്ല. ഡയറക്റ്റ് മെത്തേഡ്, ഡയറക്റ്റ് ഇക്വേഷൻ, കോണളവ് കാണുന്ന ഇക്വേഷൻ 30h -11/2m മോഡുലസ് ആണ്. എച്ചിന്റെ സ്ഥാനത്ത് മണിക്കൂർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 30 × 12 -11/2. എമ്മിന്റെ സ്ഥാനത്ത് മിനിറ്റ്. എത്ര മിനിറ്റാ? 20 മിനിറ്റ്. പ്രൊസീഡ് ചെയ്യുമ്പം 30 × 12 360. 2 20ഉം ക്യാൻസൽ ആയിപ്പോ 10 വെച്ച് 11 × 10 110. അപ്പൊ എത്രയാ കിട്ടുന്നേ? 360 110 കുറച്ചാൽ 250 ഡിഗ്രിന്ന് കിട്ടും. ഇത് കാണുമ്പോഴേ അറിയാം 180 ഡിഗ്രിക്ക് മുകളിലായി കിട്ടിയിരിക്കുന്ന ഔട്ടർ ആംഗിൾ ആണ്, റിഫ്ലക്സ് ആംഗിൾ ആണ്. നമുക്ക് കാണേണ്ടത് സൂചികൾക്കിടയിലുള്ള കോണളവാ അല്ലേ? അപ്പൊ എന്താ ചെയ്യണ്ടേ? ടോട്ടൽ 360 ഡിഗ്രിയാണ്. അതിൽ ഔട്ടർ ആംഗിൾ 250 എന്ന് പറഞ്ഞാൽ ഇന്നർ ആംഗിൾ കാണാൻ 360 -250. നമ്മുടെ ആൻസർ 110 ഡിഗ്രി. എളുപ്പമല്ലേ? അടുത്ത ചോദ്യം പറഞ്ഞോട്ടെ.
അടുത്ത ചോദ്യം 26/1/2025 ഞായറാഴ്ചയാണെങ്കിൽ അതേ ഡേറ്റ് 2028 ഏതെന്നാ കാണണ്ടേ? എൻ്റെ കുട്ടികൾ നോക്കേണ്ടത് 2025 തൊട്ട് 2028 വരെ എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്? നിങ്ങൾ പറ. 3 വർഷത്തെ ഗ്യാപ്പ് അല്ലേ? ഈ ഒരു 3 വർഷത്തെ ഗ്യാപ്പിനിടയ്ക്ക് എത്ര ലീപ്പ് ഇയേഴ്സ് ഉണ്ടെന്ന് കൂടി എന്നോടൊന്ന് പറഞ്ഞേ. 28 ലീപ്പ് ഇയറാ, പക്ഷെ 28 ഫെബ്രുവരി ഇവിടെ ഇല്ല. അപ്പൊ ഇവിടെ ഒരു ലീപ്പ് ഇയറും ഇല്ല. 28 കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ജനുവരിയിലാണ് ആ ചോദ്യം വന്ന് നിൽക്കുന്നത്. ഓക്കെ ആണോ? അപ്പം ടോട്ടൽ കൗണ്ട് എത്രയേ ഉള്ളൂ? 3 ഉള്ളൂ. ഇനി എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന ദിവസമായ ഞായറാഴ്ചയുടെ കൂടെ ഞാൻ ആ 3 ദിവസം കൂട്ടി വെക്കുന്നു. തിങ്കൾ, ചൊവ്വ, ബുധൻ നമ്മുടെ ഫൈനൽ ആൻസർ. ഓക്കെ അല്ലേ? എളുപ്പമല്ലേ? അടുത്ത പറയട്ടെ. അടുത്ത ചോദ്യം കോഡിംഗ് ആണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ? എർത്തിനെ കോഡ് ചെയ്തത് എങ്ങനെയെന്നൊന്ന് നോക്കാം. എൻ്റെ കുട്ടികൾ പറഞ്ഞേ. ഈയുടെ കൂടെ, ഈ എന്ന ആൽഫബറ്റിൻ്റെ കൂടെ 1 കൂട്ടുമ്പോഴാണ് എഫ് വരുന്നത്. എയുടെ കൂടെ 2 കൂട്ടുമ്പോഴാണ് സി വരുന്നത്. ആറിൻ്റെ കൂടെ 3 കൂട്ടുമ്പോഴാണ് യു വരുന്നത്. പെട്ടെന്ന് തന്നെ ആ കണക്ഷൻ കിട്ടും. 1 2 3 4 5 കൂട്ടിയതായിരിക്കും. എല്ലാം കൂടെ കൂട്ടി കളിച്ചുകൊണ്ടിരിക്കരുത്, അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളിലോട്ട് പോകാം. സ്പൂണിന്റെ കോഡാ കണ്ടുപിടിക്കേണ്ടത്. പറയന്റെ കുട്ടികളാ. എസിന്റെ കൂടെ 1 കൂട്ടിയാൽ അത് ടി ആണ്. പിയുടെ കൂടെ 2 കൂട്ടിയാൽ അത് 6 ആണ്. ഓയുടെ കൂടെ 3 കൂട്ടിയാൽ അത് 6 ആണ്. ഇനി ചോയ്സ് ഒന്ന് ചെക്ക് ചെയ്തേ. TRRൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരേ ഒരു ചോയ്സേ അവിടെ ഉള്ളൂ. നമുക്ക് കൺഫേം ചെയ്യാം. നമ്മുടെ ആൻസർ TRRSS. ഓക്കെ ആണോ എൻ്റെ കുട്ടികളെ? മൊത്തം കൂടിയത് നോക്കി സമയം കളയാനൊന്നും നിൽക്കരുത് എൻ്റെ കുഞ്ഞുങ്ങള്. ശരി, അടുത്ത ചോദ്യം സിംപ്ലിഫിക്കേഷൻ ആണ്. ബ്രാക്കറ്റ് കിടക്കുന്നത് കൊണ്ട് ആദ്യം ബ്രാക്കറ്റിനകത്ത് ചെയ്തിട്ട് ബാക്കി കഥകൾ. ഓക്കെ, ഒന്ന് പറഞ്ഞേ. 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5. അപ്പം ബാക്കി എന്ത് വന്നു? 4 + 5 - 1. 9 - 1 ബ്രാക്കറ്റിൻ്റെ അകത്ത് ചെയ്താൽ എത്ര കിട്ടും? 8 എന്ന് കിട്ടും. ഞാൻ അങ്ങ് എഴുതിക്കോട്ടെ. ശരി, ഇനി ആ ചോദ്യം ഞാൻ എടുത്തെഴുതുവാം. 40 ÷ 10 - 4 + 32 ബ്രാക്കറ്റിനകത്ത് ചെയ്തപ്പോൾ 8 എന്ന് കിട്ടി. ഇനി ഡിവിഷൻ, ഈ 2 ഡിവിഷൻസ് അങ്ങ് ചെയ്യാം. പറയൂ എൻ്റെ കുട്ടികൾ. 40നെ 10 കൊണ്ട് ഹരിച്ചാൽ 4 ആണ്. 4 - 4 + 32നെ 8 കൊണ്ട് ഹരിച്ചാലും 4 ആണ് അല്ലേ? ഈ 4ഉം ഈ 4ഉം ക്യാൻസൽ ആവും. ബാക്കി എന്ത് മാത്രം വന്നു? ഒരു 4 മാത്രം ബാക്കിയായി. നമ്മുടെ ആൻസർ 4. ക്ലിയർ ആണ് എൻ്റെ കുഞ്ഞുങ്ങൾ? മുന്നോട്ട് പോവാണ് നമ്മൾ. അടുത്ത ചോദ്യം GP എന്നുള്ള ചോദ്യമാ. ഫസ്റ്റ് ഫേസിലും GP എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു GPയുടെ എന്നാം പദം 1/625 ആണെന്നാ പറയുന്നത്. എന്നാം പദം കാണുന്ന ഇക്വേഷൻ പറ. ഒരു സമഗുണിത ശ്രേണിയുടെ എന്നാം പദം കാണുന്ന ഇക്വേഷൻ A × R⁻n−1 ആണ്. പഠിച്ചു വെക്കണം എൻ്റെ കുഞ്ഞുങ്ങൾ. ഇതാണ് എന്നാം പദത്തിന്റെ ഇക്വേഷൻ. A ആദ്യ പദമാണ്. 6 ഏത് പദം വെച്ച് ഗുണിച്ചാണോ ആ സമഗുണിത ശ്രേണി മുന്നിലേക്ക് പോകുന്നതെന്ന് നോക്കണം. ശരി, ഞാൻ ചോദിക്കട്ടെ. ഇവിടെ 6 കാണാൻ ഇത്രയേ ഉള്ളൂ. സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ആണ്. സെക്കൻഡ് ടൈം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ √5 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയാം അല്ലേ? അത് എത്രയാ കുഞ്ഞുങ്ങളെ ആൻസർ? √5 ഡിവൈഡഡ് ബൈ 5നെ √5 × √5 എന്ന് എഴുതാമല്ലോ. അപ്പൊ ഓരോ √5 ക്യാൻസൽ ആകും. അപ്പൊ 6 എത്ര കിട്ടുമെന്ന് ചോദിച്ചാൽ 1/√5 എന്ന് കിട്ടും. ക്ലിയർ ആണോ? അല്ലെങ്കിൽ വേണ്ട ഇവരെ ഒന്ന് എടുത്തേ. √5നെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചപ്പോഴാ അടുത്ത പദമായ 1 കിട്ടേണ്ട. ആ സംഖ്യ ആരാ? അത് 1/√5 ആ. സിമ്പിൾ. അപ്പൊ 6ന്റെ വില 1/√5 ആണെന്ന് മനസ്സിലാക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോട്ടെ. ആ ചോദ്യം കാണുമ്പോഴേ അത് മനസ്സിലാക്കാൻ കഴിയണം. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എയുടെ സ്ഥാനത്ത് 5, 6ന്റെ സ്ഥാനത്ത് 1/√5. ഓക്കെ ആണോ? പവർ ഉണ്ടേ, മറക്കല്ലേ. പവർ എന്താ? n-1. അത് എന്തിനു തുല്യം? എന്നാം പദമായ 1/625 തുല്യം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 625. ആരാ എൻ്റെ കുട്ടികളെ? 5/4 നിങ്ങൾക്കറിയാം. അപ്പൊ 625ന്റെ സ്ഥാനത്ത് ഞാൻ 5/4 എന്ന് എഴുതി. ഓക്കെ ആണോ? ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാം. 1/√5ന്റെ ടൈം അവിടെ കിടക്കട്ടെ. മറ്റേ 5നെ ഞാൻ വലതുവശത്തോട്ട് കൊണ്ടുവരാൻ പോവാം. അപ്പൊ 1/√5 n-1 ഒരു സൈഡിലുണ്ട്. ഇനി അപ്പുറത്ത് ആരുണ്ട്? 1/. ഈ 5 ക്രോസിന് ഇങ്ങോട്ട് അങ്ങ് പോവും അല്ലേ? അപ്പൊ എന്ത് വന്നു? 1/5 എന്ന് വന്നു. ഓക്കെ ആണോ?
ഇനി ഈ ബേസിനെ എല്ലാം എടുത്ത് ഞാൻ തിരിച്ചിടാൻ പോവാ. 1/√5 തിരിച്ചിട്ടാൽ അത് √5 ആയി മാറും അല്ലേ? ചുമ്മാ കയറി തിരിച്ചിടാൻ പറ്റുമോ? ബേസിനെ ഇൻവേഴ്സ് ചെയ്തെങ്കിൽ ഉറപ്പായിട്ടും പവറിലേക്ക് ഒരു മൈനസ് കയറും. ശ്രദ്ധിച്ച് പറഞ്ഞേ, പവർ n-1 അതിലോട്ടൊരു മൈനസ് കയറുമ്പോ ഇത് ആരായി? 1 - n ആയി മാറി. ഓക്കെ ആണോ? 1/√5 തിരിച്ചിട്ടപ്പോ √5. ആ ചേഞ്ച് പവറിൽ എങ്ങനെ റിഫ്ലക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ പവറിലോട്ട് ഒരു മൈനസ് കയറും. അപ്പൊ ഇവിടെ n-1 മാറ്റി ഞാൻ 1 - n മൈനസ് അങ്ങോട്ട് കയറുമ്പോൾ അത് 1 - n ആയി. ശരി, അപ്പുറത്തെ സൈഡിൽ പറ. 1/5 തിരിച്ചിട്ടാൽ 5 ആണ്. പവറിലേക്ക് മൈനസ് കയറുമ്പോൾ അത് ആരായി? -5 ആയി. ക്ലിയർ ആയോ? അപ്പൊ ഇവനെ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്. അപ്പൊ ഒരു സൈഡിൽ √5⁻1 - n ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ 5⁻5 ഉണ്ട്. ശരിയാണ്. ഇവിടെ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസ് സെയിം ആയിരിക്കണം. ലെഫ്റ്റ് സൈഡിൽ √5 ആ കഥകൾ കിടക്കുന്നത്. അപ്പൊ √5⁻1 - n ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു, ഈ 5 ഞാൻ √5 സ്ക്വയർ എന്ന് എഴുതിക്കോട്ടെ എൻ്റെ കുട്ടികളെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? √5 സ്ക്വയർ 5. ഇതിനൊരു പവർ ഉണ്ട്, അത് മറക്കണ്ട. ആരാ പവർ? -5. ഇനി പുറത്തെ പവറിനെ ഒന്ന് അകത്തോട്ട് കയറ്റുന്ന ജോലിയല്ലേ ഉള്ളൂ. a⁻m⁻n പുറത്തെ പവർ അകത്തോട്ട് കയറുമ്പം ഗുണിച്ചു വന്ന് കയറും. അപ്പൊ ഇവിടെ എന്തെന്ന് ചോദിച്ചാൽ √5⁻1 - n, ഇപ്പുറത്ത് ആരുണ്ട്? √5 അകത്തോട്ട് ഗുണിച്ച് കയറുമ്പം -5 അകത്തോട്ട് ഗുണിച്ച് കയറുമ്പം -10. ബേസ് രണ്ടും സെയിം ആയി. ഇനി പവറിലേക്ക് ശ്രദ്ധ പോട്ടെ. ലെഫ്റ്റ് സൈഡിലെ പവർ 1 - n, റൈറ്റ് സൈഡിലെ പവർ -10. ആ -10 ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ +10 ആയി, -n അപ്പുറത്ത് പോകുമ്പോൾ +n ആയി. അപ്പൊ n വില അവിടുന്ന് കിട്ടുവാണ്. n വില 11. ക്ലിയർ ആയോ? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ GPA ഡിക്കേഷൻ അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ എക്സ്പോണൻസ് എന്ന ചാപ്റ്ററിന്റെ അയ്യേര് കളിയാ. എക്സ്പോണൻസ് ഉള്ളൂ, ബാക്കിയെല്ലാം എളുപ്പമല്ലേ? ഇതേ പാറ്റേൺസ് നേരത്തെയൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അടുത്ത പറയട്ടെ. ഓക്കെ, ഡയറക്ഷന്റെ ചോദ്യമാണ്. അപ്പം ഡയറക്ഷൻസ് ഒന്ന് നോട്ട് ചെയ്യാണ്. നോർത്താണ്, സൗത്ത് ആണ്, ഈസ്റ്റ് ആണ്, വെസ്റ്റ് ആണ്. എൻ്റെ കുട്ടികൾക്ക് അറിയാം. ശരി, എന്താ കഥ? രാജു കിഴക്ക് വശത്തേക്ക് 10 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പൊ എൻ്റെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചത് വേണ്ട, കിഴക്കോട്ട് 10 പോയി. അപ്പൊ എഴുതി വെച്ചോട്ടെ, ഇത് 10. ശരി, അവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞ് 20 കിലോമീറ്റർ. അപ്പം വലത്തോട്ട് ഞാൻ തിരിയുക. അതേണ്ട വലത്തോട്ട് തിരിഞ്ഞ് എത്ര പോയി? ഒരു 20 കിലോമീറ്റർ പോയി. ശരി, പിന്നെന്താ? അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ. അപ്പം നേടി ഇവിടുന്ന് ഇങ്ങോട്ട് പോയി ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു 10 കൂടെ സഞ്ചരിച്ചു. പിന്നെ പറയുന്നത് അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് 10, ഒടുവിൽ വീണ്ടും ഇടത്തോട്ട് തിരിച്ചു 35 കിലോമീറ്റർ. അപ്പൊ ഇടത്തോട്ട് തിരിഞ്ഞ് വേണ്ടേ 35 കിലോമീറ്റർ അവിടുന്ന് അങ്ങേര് പോയിട്ടുണ്ട്. അപ്പൊ ഇതും 35. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഇവിടുന്ന് ഞാനൊന്ന് കണക്ട് ചെയ്തോട്ടെ. ഇത് 20, അപ്പൊ ഇതും 20 ആയിരിക്കുമല്ലോ. അപ്പൊ ഇതിനെ ഞാൻ എഴുതി വെക്കുന്നു 20. മൊത്തം 35 അല്ലേ? അപ്പൊ ഇത് എത്ര ആയിരിക്കും? 15 ആയിരിക്കും. മൊത്തം 35, അതിൽ ലോവർ പോർഷൻ 20 ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇത് എത്രയാണെന്ന് ചോദിച്ചാൽ 15. ഓക്കെ, ഒരു കഥയും കൂടെ. ഇത് 10 ആണെങ്കിൽ ഉറപ്പായിട്ട് ഇതും 10 ആയിരിക്കുമല്ലോ. അപ്പൊ ഇതും 10. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? എന്താ കാണണ്ടേ? ആരംഭിച്ച സ്ഥാനത്ത് നിന്ന് അവസാന സ്ഥാനത്തേക്കുള്ള ഏറ്റവും കുറവ് ദൂരം എത്ര? ആരംഭിച്ചത് വേണ്ടി ഇവിടുന്ന, അവസാനിച്ചത് കൊണ്ട് ഇവിടെയാ. ഈ ദൂരമാ കാണേണ്ടത്. ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അസ്യൂം ചെയ്യരുത്. അതേണ്ട ഞാൻ റെഡ് കളറിൽ വരച്ചിട്ടേക്കുന്നു. ബേസ് എത്രയാ? 10ഉം 10ഉം 20. ഹൈറ്റ് എത്രയാ? 15. എന്താ കണ്ടുപിടിക്കേണ്ടത്? കർണമാണ്. ഞാൻ ചുമ്മാ പേര് കൊടുക്കാം. AB എന്ന ദൂരമാ കാണേണ്ടത്. കർണമാണ് കാണേണ്ടത്. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തേ. കർണം സ്ക്വയർ എന്ന് പറയുന്നത് പാദം സ്ക്വയർ. പാദം എത്ര? 20. 20 സ്ക്വയർ പ്ലസ് ഹൈറ്റിന്റെ സ്ക്വയർ, ലംബം സ്ക്വയർ. ഹൈറ്റ് എത്ര? 15. 15ന്റെ സ്ക്വയർ. അപ്പൊ ഇവിടെ AB സ്ക്വയർ എത്ര എന്ന് ചോദിച്ചാൽ 20 സ്ക്വയർ 400, 15 സ്ക്വയർ 225. അവരെ രണ്ടുപേരും കൂട്ടി 625. അത് AB സ്ക്വയറാ. അപ്പൊ AB എത്ര കുഞ്ഞുങ്ങളെ? 625ന്റെ റൂട്ട് എത്ര? ആൻസർ 25 കിലോമീറ്റർ. നമ്മുടെ ഫൈനൽ ആൻസർ. എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. ഓക്കെ ആണോ? മുന്നോട്ട് പോയിക്കോട്ടെ. ശരി,
ഒരു ക്യൂവിൽ രമേശിനേക്കാൾ 13 റാങ്ക് മുന്നിലാ സുമേഷ്. പിന്നിൽ നിന്ന് 19ാം സ്ഥാനത്താ രമേശ്. അപ്പൊ നമുക്കൊന്ന് വരച്ചു നോക്കിയാലോ എൻ്റെ കുട്ടികളെ. പിന്നിൽ നിന്ന് 19ാം സ്ഥാനത്ത് രമേശ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതാം രമേശ് എത്ര സ്ഥാനത്തുണ്ട്? 19ാം സ്ഥാനത്തുണ്ട്. ഇനി എന്താ പറയുന്നേ? രമേശിനേക്കാൾ 13 റാങ്ക് മുന്നിലാ സുമേഷ്. അപ്പൊ സുമേഷ് വേണ്ട മുന്നിലുണ്ട്, ഒരു 13 മുന്നിൽ. 19നേക്കാൾ 13 മുന്നിൽ എന്ന് വെച്ചാൽ വേണ്ട പിന്നിൽ നിന്ന് 32ാം സ്ഥാനത്ത് അവനുണ്ട്. സിമ്പിളാന്നേ, കൂട്ടി വിട്ടാൽ മതി. ഇനി എന്താ പറയുന്നേ? സുമേഷിനേക്കാൾ 5 റാങ്ക് പിന്നിലാ രാജേഷ്. അപ്പൊ രാജേഷ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇടയ്ക്ക് വരും. 5 റാങ്ക് പിന്നിൽ. 32 5 കുറഞ്ഞാൽ 27. ഇതാ രാജേഷിന്റെ പൊസിഷൻ. ശരി, ഇനി എന്താ പറയുന്നേ? രാജേഷിനേക്കാൾ 8 റാങ്കും സുമേഷിനേക്കാൾ 3 റാങ്കും മുന്നിലാണ് ആര്യ. ഏതെങ്കിലും ഒന്ന് എടുത്താൽ പോരെ? സുമേഷിനേക്കാൾ 3 മുന്നിലാണ് ആര്യ എന്ന് പറയുന്നു. സുമേഷിനേക്കാൾ 3 മുന്നിൽ ആര്യയുണ്ട്. അപ്പൊ ഇവിടെ ആര്യയുണ്ട്. 3 മുന്നിൽ എന്ന് വെച്ചാൽ സുമേഷ് 32, അപ്പൊ ആര്യ 35. ക്ലിയർ ആയോ? പിന്നിൽ നിന്ന് ആര്യയുടെ പൊസിഷൻ 35. ചോദ്യത്തിൽ ഒരു കഥ കൂടി പറയുന്നല്ലോ. മുന്നിൽ നിന്ന് ആര്യ 39ാമതാന്ന് ചോദ്യം പറയുന്നു. മുന്നിൽ നിന്ന് നോക്കുമ്പം ആര്യ 39ാമതാന്നും ചോദ്യം പറയുന്നു. ക്ലിയർ ആയോ? അപ്പൊ എൻ്റെ കുട്ടികൾ ആര്യ ഒന്ന് ശ്രദ്ധിച്ചേ. ആര്യ എന്ന വ്യക്തി മുന്നിൽ നിന്ന് 39ാമതുണ്ട്, പിന്നിൽ നിന്ന് 35ാമതുണ്ട് അല്ലേ? 2 എക്സ്ട്രീംസിൽ നിന്നുള്ള പൊസിഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ കാണാൻ എന്താ ചെയ്യണ്ടേ? m+n-1. മുന്നിൽ നിന്ന് 39ാമത്, പിന്നിൽ നിന്ന് 35ാമത്. അപ്പൊ ടോട്ടൽ കാണാൻ 39 + 35 74. 74 നിന്ന് 1 കുറച്ചാൽ 73. ക്ലിയർ ആയോ? എളുപ്പമല്ലേ? അടുത്ത ചോദ്യം പറയട്ടെ. രാജു റാമിന്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകനാണ്. ഒന്ന് എഴുതിക്കോട്ടെ ഞാൻ. റാമിൻ്റെ, ഒന്ന് ശ്രദ്ധിച്ചത് ഡീൽ ചെയ്യാം. റാം എന്ന് പറയുന്ന ആളുടെ അച്ഛൻ, ഫാദറിന്റെ സഹോദരി, സിസ്റ്ററുടെ മകനാണ് ആര്? രാജു. അപ്പൊ ആദ്യം ഇവര് തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഇങ്ങനെ പ്ലോട്ട് ചെയ്യാം. ഒന്നും കൂടെ ഉറപ്പിച്ച്. രാമിന്റെ അച്ഛൻ ആരോ? അയാളുടെ സിസ്റ്റർ. ശരി, സിസ്റ്ററുടെ മകനാണ് രാജു. ഇത്ര ഉറപ്പാ എൻ്റെ കുട്ടികൾക്ക്. ഇനി എന്താ പറയുന്നത്? വിക്രം രാധയുടെ മകനാണ്. രാധ അരുണിന്റെ അമ്മയാണ്. നാട്ടുകാർ മുഴുവൻ ഉണ്ടല്ലോ ഇവിടെ. കേശു, പ്രിയ. ഓക്കെ, എന്താ കണ്ടുപിടിക്കേണ്ടത്? അങ്ങോട്ട് ശ്രദ്ധയൊന്ന് കൊടുത്തേ. കണ്ടുപിടിക്കേണ്ടത് രാജുവും രാധയുമായിട്ടുള്ള കണക്ഷനാണ്. അപ്പൊ ഇവന്മാരെ എല്ലാരെയും വിളിച്ച് കയറ്റേണ്ട കാര്യമുണ്ടോ? രാജുവിനെ രാധയെ മാത്രം ശ്രദ്ധിച്ചാൽ പോരെ. അപ്പൊ രാജു എത്തി. ഇനി രാധയുടെ കണക്ഷൻ കിട്ടണം. എൻ്റെ കുട്ടികൾ ചോദ്യം ശ്രദ്ധിക്കുക. രാധയെ പറ്റി എവിടെ പറയുന്നു? രാധ അരുണിന്റെ അമ്മ. അരുണിനെ നമ്മൾ എഴുതിയില്ല. അതേണ്ടി ഈ പോയിന്റ് കൊള്ളാം. റാമിന്റെ മുത്തശ്ശിയാണ് രാധ. ഒരിക്കൽ കൂടി, റാം എന്ന് പറയുന്ന ആളുടെ ഗ്രാൻഡ് മദർ ആണ് രാധ. അപ്പൊ ഞാൻ രാധ ഇവിടെ എഴുതി വെക്കുക. രാധ എന്ന് പറയുന്ന ആള്, രാധ നമ്മുടെ റാമിന്റെ ഗ്രാൻഡ് മദർ. അതേണ്ടി ഇങ്ങനെ കണക്ഷൻ. ഓക്കെ ആണോ? റാമിന്റെ മുത്തശ്ശിയാണ് രാധ. എൻ്റെ കുട്ടികൾക്ക് നോക്കിയാൽ മനസ്സിലാകുന്ന കഥയല്ലേ ഉള്ളൂ. റാമും രാജുവും ആരാ? സിബ്ലിങ്സിന്റെ മക്കളാ. റാമിന്റെ അച്ഛന്റെ സഹോദരിയാണ് രാജുവിന്റെ അമ്മയെന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് പറയാം, റാമിന്റെ മുത്തശ്ശിയാണ് രാധയെങ്കിൽ ഉറപ്പായിട്ടും രാജുവിന്റെ മുത്തശ്ശിയും ആര് തന്നെയാ? രാധ തന്നല്ലേ? രാധയുടെ 2 മക്കളല്ലേ ഇത്? അവരുടെ മക്കളല്ലേ ഇവര് രണ്ടുപേരും? സിമ്പിളാ കണക്ഷൻ. അപ്പൊ റാമിന്റെ മുത്തശ്ശിയാ രാധയെങ്കിൽ ഉറപ്പാണ് രാജുവിന്റെ മുത്തശ്ശിയും രാധ തന്നെ. അപ്പൊ നമുക്ക് പറയാം, രാധ എന്ന് പറയുന്ന ആള് ഗ്രാൻഡ് മദർ ആണ് രാജുവിന്റെ. ചോദ്യം എന്താ? രാജു രാധയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാ. രാജു രാധയുടെ ആരെന്നാ ചോദിച്ചിരിക്കുന്നത്? ചെറുമകനാണ് അല്ലേ? ഗ്രാൻഡ് സൺ ആണ്, ചെറുമകനാണ്, കൊച്ചുമകനാണ് രാജു. ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ ആൻസർ കൊച്ചുമകൻ. എൻ്റെ കുട്ടികളെ വിഷമിപ്പിക്കാൻ വേണ്ടിയാണ്, കോംപ്ലക്സ് ആക്കാൻ വേണ്ടിയാണ് നാട്ടുകാരെ മുഴുവൻ ഈ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. വിക്രമുണ്ട്, കേശു ഉണ്ട്, പ്രിയ ഉണ്ട്, അരുണുണ്ട്. വേണ്ട, അവരെ ഒന്നും വേണ്ട. എന്താണോ ചോദ്യത്തിൽ കണ്ടുപിടിക്കേണ്ട ആ ഏരിയയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, കണക്ഷൻസ് എടുക്കുക. അത്രേ ഉള്ളന്നേ. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും ചോദ്യങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായോ? എല്ലാം ഒന്ന് നന്നായി ചെയ്ത് പഠിക്കുക. മുന്നോട്ടുള്ള യാത്രയ്ക്ക് അത് ഹെൽപ്ഫുൾ ആകും.
അപ്പം കണക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. അപ്പം വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.